ലോകം ലെബനാനെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യുമ്പോൾ ഗസയുടെ ഭാഗത്ത് വലിയ ഏറ്റുമുട്ടലാണ് ഹമാസ് വിഭാഗവും IDF സംഘവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വിവരം പുറത്തു വന്നു. ഇതോടൊപ്പം തന്നെ IDF സ്ഥിരീകരിച്ചത് 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതും 5 പേർക്ക് പരിക്കേറ്റു എന്ന വിവരവും ഇസ്രായേലിന്റെ സൈനിക സംവിധാനം തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പരിക്കേറ്റവരിൽ 3 പേർക്കെങ്കിലും സ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പൊ കാൻ യൂനിസിന്റെ ഭാഗങ്ങളിലും തെക്ക് വടക്കൻ ഗസയുടെ ഭാഗങ്ങളിലൊക്കെ ഒളിപ്പോർ യുദ്ധത്തിന്റെ ശക്തി വർദ്ധിച്ചിരിക്കുകയാണ് എന്നുള്ളതും ലോകം വ്യത്യസ്തമായിരിക്കുന്ന വിഷയം ചർച്ച ചെയ്തതോടനുബന്ധിച്ച് ഈ മേഖലയിലുള്ള യുദ്ധം കഠിനമായിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. IDFന്റെ മരണപ്പെട്ട സൈനികരുടെ ഫോട്ടോ സഹിതം റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത് പേജർ യുദ്ധവും അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള സംവാദങ്ങളും അത് സംശയം ജനിപ്പിക്കുന്നതും നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച പുരോഗമിക്കുകയാണ്. ആര് നിർമ്മിച്ചു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും സ്ഥിരീകരണമില്ല. ഓരോരോ രാജ്യവും അതിന്റെ നിർമ്മാണ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന വിവരങ്ങൾ കിട്ടുന്നത് വരെ തങ്ങൾ അന്വേഷണ സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഇറാൻ പറയുകയും ഇറാൻ നേരിട്ട് കൊണ്ട് ഈ വിഷയത്തിൽ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി യുദ്ധത്തിന്റെ സ്ഥിതിഗതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കരുതുന്നു. ഫെബ്രുവരി മാസത്തോടനുബന്ധിച്ച് തന്നെ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി ഇസ്രായേൽ ശ്രമിച്ചിരുന്നു എന്നുള്ളതും അവര് മൊബൈൽ സംവിധാനം ഉപേക്ഷിച്ചുകൊണ്ട് പേജറിലേക്ക് തിരിയുന്ന കാര്യങ്ങളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് എന്തൊക്കെ അപായങ്ങൾ അതിൽ ഉൾപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഗാസയുടെ ഭാഗങ്ങളിൽ നിന്നുള്ള യുദ്ധം അല്പാൽപമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ലെബനാനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ശക്തി ക്ഷയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് IDFന്റെ ചില സൈനിക ഉദ്യോഗസ്ഥർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം രൂക്ഷമായിരിക്കുന്ന യുദ്ധം, ആകാശ യുദ്ധം നടക്കുന്നത് ലെബനാനുമായിട്ട് കേന്ദ്രീകരിച്ചാണ്. അവിടെ ഹിസ്ബുള്ള തൊടുത്തുവിടുന്ന പ്രതിരോധ സംവിധാനങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ ഇസ്രായേലിനെ ബാധിക്കുന്നുണ്ട്, സാരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന തരത്തിലാണ്. സൈനിക മേഖലയും അതുപോലെ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഭാഗങ്ങളും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് ലെബനാന്റെ ഭാഗത്തുനിന്ന് അക്രമം വരുന്നത്. ഏറെക്കുറെ തലസ്ഥാന നഗരിയെ പോലും പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിലുള്ള അക്രമ പരമ്പര തന്നെ ലെബനാന്റെ ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അയോൺ ഡോൺ പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് ആധുനിക ആയുധ സംവിധാനങ്ങൾ ആക്രമണത്തിന് ഉപയോഗിക്കപ്പെടുന്ന സമയത്ത് വലിയ രീതിയിലുള്ള നിരാശ ഇസ്രായേലിന്റെ മുഖത്ത് പ്രകടമാകുന്നു എന്ന തരത്തിലാണ്. യുദ്ധവിരാമത്തെക്കുറിച്ചോ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചോ ലോകരാജ്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതും രാജ്യത്തിന്റെ അകത്തും നടക്കുന്ന വലിയ രീതിയിലുള്ള ആഭ്യന്തര വിഷയങ്ങളും അതോടനുബന്ധിച്ച് ആ രാജ്യത്തിലെ ജനങ്ങൾ സുരക്ഷിതരല്ല എന്ന ബോധം അവർക്കുണ്ടാവുന്നതും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി യാതൊരു വിഷയങ്ങളും കാര്യങ്ങളും ഇപ്പൊ കിട്ടുന്നില്ല. ആകെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെയും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള എതിർപ്പുകളും വലിയ രീതിയിലുള്ള വിമർശനവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഹമാസിന്റെ നേതാവിനെ ഇറാനിൽ വെച്ച് കൊല്ലപ്പെടുത്താൻ വേണ്ടി സാധിച്ചതോടുകൂടി അതിന് അല്പാൽപമായ രീതിയിലുള്ള ഒരു അല്പാൽപമായ രീതിയിൽ ഇസ്രായേൽ സർക്കാരിനെ വിമർശിക്കുന്നതിൽ നിന്ന് അവിടുത്തെ പൗരന്മാർ പിന്നോട്ടം പോയിരുന്ന റിപ്പോർട്ടും അതിനോടനുബന്ധിച്ച് പുറത്തു വന്നതാണ്. അപ്പൊ അവർ പറയുന്ന കാര്യം തങ്ങൾക്ക് വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഹമാസിന്റെ നേതാവ് എന്ന് പറയുന്ന സമയത്ത് ഈ ഭീകരവാദികളുടെ നേതാവ് എന്ന പരാമർശത്തിൽ ഊന്നിയിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നുകൊണ്ട് അയാളെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചു. അത് ഇറാൻ എന്ന് പറയുന്ന തങ്ങളുടെ എല്ലാ കാലത്തും ശത്രുമായിരിക്കുന്ന രാജ്യത്തിന്റെ അകത്ത് ഒളിഞ്ഞു കയറിയിട്ടോ മറ്റേതോ തരത്തിലോ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചു. അതോടുകൂടി വലിയൊരു ആശ്വാസം ഇസ്രായേൽ ഉണ്ടാവുന്നു എന്ന തരത്തിലാണ്. എന്നാൽ ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തങ്ങളാണ് ചെയ്തതെന്ന് ഇപ്പോഴും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല. ലെബനാനിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന പേജർ അപകടവുമായി ബന്ധപ്പെട്ട കാര്യവും ഇസ്രായേൽ സ്ഥിരീകരിക്കാത്ത ഒരു കാര്യമാണ്. ഏതായിരുന്നാലും ഹമാസിന്റെ നേതാവ് കൊല്ലപ്പെട്ടതോടുകൂടി അല്പ ആശ്വാസം ഉണ്ടായി എന്ന് കരുതുന്നതിനോടനുബന്ധിച്ച് വല്ലാതൊന്നും വൈകാതെയാണ് 6 ബന്ദികൾ ഗസയിൽ വെച്ച് കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായത്. ആ കൊല്ലപ്പെട്ട സംഭവത്തോടനുബന്ധിച്ച് ജനങ്ങൾ വീണ്ടും പ്രക്ഷുബ്ധമായി സർക്കാരിനെതിരെ തിരിഞ്ഞു. ആ സർക്കാരിനെതിരെ തിരിഞ്ഞു എന്ന് മാത്രമല്ല, റോഡ് ഉപരോധവും സമരങ്ങളും ഹർത്താലും ബന്ധുമായി വല്ലാത്ത രീതിയിൽ ഒരു അരക്ഷിതാവസ്ഥ ആ രാജ്യത്തുണ്ടായി. ലെബനാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം 10,000-നും 5 ലക്ഷത്തിനും ഇടയിലെങ്കിലും അവിടുത്തെ പൗരന്മാരെ ജൂത വിഭാഗത്തെ അവിടെ നിന്ന് പിൻവലിപ്പിക്കുകയും മറ്റുള്ള സ്ഥലത്ത് കുടിയിരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്.
ചില റിപ്പോർട്ടിൽ 5 ലക്ഷം വരെ ഉണ്ട് എന്നുള്ളതും ചില റിപ്പോർട്ടിൽ അത്ര ഒന്നുമില്ല, ഏകദേശം ഒരു 40,000 50,000 കുടുംബങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന തരത്തിലൊക്കെ വ്യത്യസ്ത റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ നടക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചും കൃത്യമായിരിക്കുന്ന ഒരു വിവരങ്ങൾ പുറത്തു വരുന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. മുമ്പേ അങ്ങനെ തന്നെയാണ്. യൂറോപ്യന്മാർ മുഴുവനും ഇസ്രായേലിന് പിന്തുണക്കുന്ന ഒരു വിഭാഗമായതുകൊണ്ടും ഇസ്രായേലിൽ നിന്ന് പുറത്തിറങ്ങുന്ന പത്രത്തിനും അവിടുത്തെ മീഡിയകൾക്കും അവിടുത്തെ മറ്റുള്ള സോഷ്യൽ സംവിധാനങ്ങൾക്ക് മുഴുവനും വലിയ നിയന്ത്രണം സർക്കാർ ഏർപ്പെടുത്തിയത് കൊണ്ട് അവിടെ നടക്കുന്ന സംഭവത്തെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വരുന്നില്ല. എന്നാൽ ലെബനാനിൽ നടക്കുകയാണെങ്കിൽ, ഗാസയിൽ നടക്കുകയാണെങ്കിൽ അവിടെയൊക്കെ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ സജീവമാണ്. അവർ കൃത്യമായ രീതിയിൽ അപ്പപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അൽ ജസീറ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി അവിടെ നടക്കുന്ന സംഭവത്തെക്കുറിച്ചൊരു ധാരണ ലോകത്തിനുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഗസയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് അല്പാൽപമായിട്ട് സൈനികരെ പിൻവലിക്കുക, അത് ലെബനാന്റെ അതിർത്തിയിലോ ഈ ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലോ പ്രതിരോധം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഗസയുടെ അകത്തുള്ള രൂക്ഷമായിരിക്കുന്ന പോരാട്ടം ഇട്ടെറിഞ്ഞ് പോരാൻ വലിയ രീതിയിലുള്ള പ്രയാസം ഇസ്രായേൽ നേരിടുന്നു എന്നുള്ളതാണ്. അവർക്ക് യുദ്ധം വിട്ടുങ്ങായിട്ട് പോകാൻ വേണ്ടി പറ്റില്ല. കാരണം ശത്രുവിനെ കാണാത്ത രീതിയിലുള്ള ഒരു യുദ്ധം അവിടെ നടക്കുന്ന ഒളിപ്പോർ യുദ്ധമാകുന്ന സമയത്ത് അങ്ങനത്തെ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് യുദ്ധമുഖത്ത് നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാകുന്നു. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഗസയുടെ ഏറ്റുമുട്ടലിൽ 4 സൈനികർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞത് IDF വലിയ സമയോചിതമായി തന്നെ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് സ്ഥിരീകരിക്കാനുള്ള കാര്യം തന്നെ പറയുന്നത് അത് രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. സംഭവം മരണം നടന്നിട്ടുണ്ട്. സ്ഥിരീകരണം സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യാത്തതാണ്. ഇപ്പൊ സ്ഥിരീകരിക്കാനുള്ള കാരണം ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ ചർച്ച നടത്തുന്നു. അതോടൊപ്പം തന്നെ വലിയ അന്വേഷണ സംവിധാനങ്ങൾ വരുന്നു. ഇതിൽ പേജറിന്റെ അകത്ത് ഘടിപ്പിച്ചിരിക്കുന്ന എന്തെങ്കിലും സ്ഫോടക വസ്തു ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയും കണ്ടുപിടിക്കാനുള്ള സംവിധാനത്തെ കുറിച്ചൊക്കെ ആലോചിക്കുന്നു. ഏതെങ്കിലും രാജ്യം അതിന് ഇസ്രായേൽ സഹായിക്കാൻ വേണ്ടി അതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യവുമായിട്ടൊരു യുദ്ധം പോലും ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനോടനുബന്ധിച്ച് ഇവിടെ നടന്നിരിക്കുന്ന ഗസയിൽ നടന്നിരിക്കുന്ന ഏറ്റുമുട്ടലിൽ സൈനികർ കൊല്ലപ്പെട്ടത് അപ്പൊ തന്നെ സ്ഥിരീകരിക്കുകയും അത് ലോകത്തിന് മുമ്പിൽ ചിത്രസഹിതം അവർ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അതിന് ഇതിനുള്ള ഒരു കാഠിന്യം കുറയാൻ വേണ്ടിയിട്ട് തന്ത്രപരമായിരിക്കുന്ന ഒരു രീതിയാണോ പ്രയോഗിച്ചത്, അത് പരസ്യപ്പെടുത്തുന്നത്, മരണവുമായിട്ട് ബന്ധപ്പെട്ടല്ല പരസ്യപ്പെടുത്തുന്നത് അങ്ങനെയാണോ എന്ന രീതിയിൽ പോലുള്ള ഒരു സംശയങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും യുദ്ധം പുതിയൊരു രീതിയിലേക്കും പുതിയൊരു രൂപത്തിലേക്കും വഴിമാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. തങ്ങൾ സസൂക്ഷ്മം ലെബനാനുമായിട്ടുള്ള വിഷയം നിരീക്ഷിക്കുകയാണ്. ഏതു തരത്തിലാണ് ഇനി യുദ്ധത്തിന്റെ രീതികൾ പോകേണ്ടത് എന്ന കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും ഉണ്ട് എന്ന തരത്തിലൊക്കെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് അനൌദ്യോഗികപരമായി പുറത്തു വരുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അവർ കൃത്യമായ രീതിയിൽ ഇതിനെക്കുറിച്ച് പഠിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. എന്നാൽ പ്രോക്സി യുദ്ധത്തിന്റെ ഭാഗമായി ഈ മേഖല അതികഠിനമായിരിക്കുന്ന യുദ്ധത്തിന് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും അത് വലിയ രീതിയിലുള്ള പ്രയാസം ഇസ്രായേലിന് ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഈ മേഖലയിൽ ഗസയുടെ പ്രദേശങ്ങളിൽ ഇപ്പോഴും വലിയ സ്ഫോടനങ്ങളും വലിയ ശബ്ദങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്, വലിയ അക്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്, വലിയ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നേരെ തിരിച്ച് ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്ന ചില ഭാഗങ്ങളിൽ അതിൽ ഇസ്രായേൽ സൈനികർക്ക് പരിക്കേൽക്കുകയോ അതുമായി ബന്ധപ്പെട്ട കവചിത ഭാഗങ്ങൾ തകർക്കുകയോ ചെയ്യുന്ന റിപ്പോർട്ടുകളും ഒറ്റപ്പെട്ടെങ്കിലും പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം മറ്റൊരു ദിശയിലേക്ക് മാറുന്നുണ്ട് എന്ന തരത്തിലാണ്. തീർച്ചയായിട്ടും തങ്ങൾ വലിയ തിരിച്ചടി ഉണ്ടാവുമെന്നാണ് ലെബനാന്റെ ഭാഗത്തോളം വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഏത് തരത്തിൽ, എങ്ങനെ, ഏത് സമയത്ത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും വന്നിട്ടില്ല. വലിയ രീതിയിലുള്ള ഭയപ്പാടിലാണ് ഇസ്രായേലിലെ ജനങ്ങൾ എന്നുള്ള രീതിയൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇതിനൊരു തിരിച്ചടി ഇറാനെ പോലെ കൃത്യമായിരിക്കുന്ന സമയവും അതിന്റെ രീതികളും കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ടല്ല ഒരിക്കലും ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തും തിരിച്ചടി ഉണ്ടാവില്ല. അവർക്ക് തോന്നുന്ന സമയത്ത് അവരടിക്കും എന്നുള്ളതാണ്. അത് പ്രത്യേകപരമായിരിക്കുന്ന മുന്നറിയിപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 1000 2000 മിസൈലുകളും റോക്കറ്റുകളും അവിടെയൊക്കെ പരീക്ഷിച്ചിട്ട് തങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതും ഇസ്രായേലിന്റെ രഹസ്യമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ തങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് തങ്ങൾ യുദ്ധം ചെയ്യുക എന്നാൽ ഇതിന് മുൻപ് തന്നെ ഹസൻ നസ്രുള്ള പറഞ്ഞു വെച്ചതാണ്. അപ്പൊ അതിന്റെ ഒരു തുടർച്ച ഉണ്ടാവാനുള്ള സാധ്യതകൾ പറയുന്നു. ഏതായിരുന്നാലും മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത വിധം യുദ്ധത്തിന്റെ രീതികൾക്കൊക്കെ കാഠിന്യവും മൂർച്ചയും ഏറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചതിയിലൂടെ ഇത്തരം വിഷയകാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പലപ്പോഴും ഇസ്രായേലാണ് എന്നതിനാൽ ഇതിന്റെ പിന്നിൽ ഇസ്രായേലാണ് എന്ന് തങ്ങൾ ഏറെക്കുറെ വിശ്വസിക്കുന്നു എന്നാണ് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ പ്രതിനിധിയൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അവർ ഇത്തരം പ്രവർത്തികളൊക്കെ പല ഘട്ടത്തിലും ചെയ്യാറുണ്ട്. നേർക്കുനേരെയുള്ള യുദ്ധത്തിനപ്പുറമായ രീതിയിൽ ഇത്തരം ചതി ചെയ്തുകൊണ്ട് അവർ ആധിപത്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികപരമായിട്ട് അവർ ചെയ്യുന്നതാണ്. എല്ലാ യുദ്ധത്തിലും
ഇത്തരം ഒരു പ്രയോഗങ്ങൾ അവർ നടത്താണ്ട് 1967 നടന്ന അറബ്-ഇസ്രായേൽ യുദ്ധത്തെ പരാമർശിച്ചുകൊണ്ട് ചെറിയ വാചകങ്ങൾ കൂടി അതിന്റെ കൂടെ പറയുന്നുണ്ട്. അവിടെ ഒറ്റാണ് നടന്നത്. ഇസ്രായേലിന് വേണ്ടിയിട്ട് ഒറ്റുകാർ തങ്ങളുടെ സൈനികരെയും സംവിധാനത്തെയും, അന്നത്തെ ഈജിപ്തിന്റെ സൈനികരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, സൈനികത്തെയും സംവിധാനത്തെയും ഒറ്റുകൊടുത്തുകൊണ്ടാണ് അവർ ആ യുദ്ധത്തിൽ വിജയം നേടിയത്. ഇതുപോലുള്ള ചതികൾ ഉണ്ടാകുമെന്ന് തങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ അന്വേഷിക്കുകയും കണ്ടുപിടിക്കുകയും ഉചിതമായിരിക്കുന്ന മറുപടി നൽകുകയും ചെയ്യും എന്ന് തന്നെയാണ് ലെബനാന്റെ ഭാഗത്തോളം ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം.